ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് ഇടിച്ചക്ക തോരൻ വെച്ചാലോ? അങ്ങനെ ചക്ക തിന്നാനുള്ള കൊതി കൊണ്ട് ഞാൻ പ്ലാവിൻ്റെ ചുവട്ടിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയത് ഈ ഒരു ഇടിച്ചക്കയായിരുന്നു. ചക്കയൊന്നും പരുവായിട്ടില്ല. നല്ല മഴ സമയത്താണ് ഇവിടെ ചക്ക ആവുന്നത്. ഇടിച്ചക്ക ഒന്ന് തോരൻ വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ആ മുള്ളൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞു. അതിനെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. ഒരു 2 വിസിൽ ഞാൻ ഇതിൽ കേൾപ്പിക്കുന്നുണ്ട്. പിന്നെ അതൊന്ന് വെന്ത് വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് കുറച്ച് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും കാന്താരി മുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചക്ക ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി അതിനെ ഇടികല്ല് വെച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ച് തന്നെ നമുക്ക് അതിനൊന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ഈ ചക്കയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ നേരത്തെ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള അരപ്പും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.